അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചതാ. പ്ലീസ്. അല്ല, ശരിയായ ധാരണ എനിക്കുള്ളൂ. ആരും ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ലെന്ന് വിചാരിക്കണ്ട. അച്ഛനും സംശയം തോന്നി തുടങ്ങി. ഇനി കാര്യങ്ങൾ കൂടുതൽ സൂക്ഷിച്ചു വേണം. സഞ്ജുവേട്ടനെ ഇഷ്ടമില്ലാത്തവരിവിടെ ഉണ്ടല്ലേ? അപ്പൊ സഞ്ജുവേട്ടന്റെ കാര്യത്തില് ഇനി കൂടുതൽ ശ്രദ്ധ വേണം. എന്തായാലും ഇത്തവണ എന്റെ മോള് സഞ്ജുവിനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതിനെന്റെ മോളോട് ഞാൻ എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല. അതിന് എന്നോടമ്മ നന്ദി പറയണോ? കൃത്യസമയത്ത് അവിടെ എത്തിച്ച ദൈവത്തോടല്ലേ അമ്മ നന്ദി പറയേണ്ടത്? ഞാനിപ്പോ എത്തിയില്ലായിരുന്നെങ്കിൽ പാവ എന്റെ സഞ്ജുവേട്ടൻ. അയ്യോ, എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇതത്ര നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പൊ സഞ്ജുവിനെ അപകടപ്പെടുത്താൻ കവിതേച്ചി നോക്കി. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഇത് ഇനി ആവർത്തിച്ചെന്ന് വരും. സൂക്ഷിച്ചേ പറ്റൂ. ഈ കുടുംബത്തിൽ എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. എന്റെ സഞ്ജുവിന്റെ ഗ്രഹപ്പിഴ ഇനി മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ മോളൊപ്പം ഉള്ളത് കൊണ്ട് വരുന്ന ആപത്തിന്നല്ല എന്റെ മോൻ രക്ഷപ്പെട്ടു പോകുന്നത്. അന്ന് ശാസ്ത്രികൾ പറഞ്ഞത് എത്രമാത്രം സത്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യാവുന്നത്. എന്നാലും കവിത എങ്ങനെയാ സഞ്ജുവിനോട് ഇത്രയും ക്രൂരത കാണിക്കാൻ എങ്ങനെ അവൾക്ക് മനസ്സ് തോന്നുന്നത്? കവിത സഞ്ജുവിനെ സ്വന്തം മകനായി തന്നെ കാണേണ്ടതല്ലേ? പക്ഷെ അവളുടെ മനസ്സ് ഇത്ര ക്രൂരമായി പോയല്ലോ. അല്ല, കവിതാപ്പച്ചി എന്താ അമ്മേ കല്യാണം കഴിക്കാത്ത? അത് മോളെ പറയമ്മേ, എന്താ അവര് കല്യാണം കഴിക്കാത്ത? പറയമ്മേ, കേക്കട്ടെ. അത് മോളെ, നിനക്ക് മാണിക്യമംഗലം എന്ന പേരുള്ളൊരു വീടിനെ പറ്റി ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മ വരുന്നില്ല. മാണിക്യമംഗലം ഓർമ്മയിലില്ലെങ്കിൽ പിന്നെ അതേക്കുറിച്ച് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ഓ, അങ്ങനെയാണോ? മോൾക്ക് ആ വീടെല്ലാം ഓർമ്മ വരട്ടെ. അപ്പൊ ഈ കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് മതി. ആ, എന്നാ ഞാൻ സഞ്ജുവേട്ടൻ ഓഫീസിൽ പോയൊന്ന് നോക്കിട്ട് വരട്ടെ. ഇപ്പൊ ആൾക്ക് ഭയങ്കര മറവിയാ. എന്തിന് മൊബൈൽ പോലും ചിലപ്പോ എടുക്കില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആള് ഞാനല്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല മോളെ, പാവന്റെ മോള്, അവള് തന്നെയാ ഈ വീടിന്റെ എന്റെ മോന്റെ ഐശ്വര്യം. എന്തായാലും ശാസ്ത്രികളെ ഉടനെ ഒന്ന് കാണണം. സഞ്ജുവിന്റെ ദോഷപരിഹാരം എന്താന്ന് വെച്ചാൽ അത് ചെയ്യണം. അതൊക്കെ നല്ലതാ. പക്ഷേ ഇനി കവിതേച്ചിയുടെ മേൽ നല്ല ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ സഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാവും. അതെടത്തി മറക്കണ്ട. വീണ്ടും ഒരു ലക്ഷ്മി പൂജ. അതുമാത്രമേ താൽക്കാലികമായി ഒരു പോംവഴിയുള്ളൂ. അല്ല, അതൊരിക്കൽ ചെയ്തതല്ലേ ശാസ്ത്രികളെ? എല്ലാം മാറി മറിഞ്ഞില്ലേ ശ്രീദേവി? ശരിക്കും ലക്ഷ്മി പൂജ ഇപ്പോഴാണ് അനിവാര്യമായിരിക്കുന്നത്. മകന്റെ പാപങ്ങളുടെ ശാപഭാരം സഹധർമ്മിണി ഏറ്റെടുത്ത്
സംതുലനം ചെയ്യേണ്ടതുണ്ട്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. വേണ്ട. ആദ്യത്തെ ലക്ഷ്മി പൂജ വിജയം കണ്ടതുകൊണ്ടാണ് ഒരാപത്തും പിന്നെ നിങ്ങളുടെ മകനെ ഗ്രസിക്കാതെ കടന്നുപോയത്. ശാസ്ത്രികള് പറയുന്നത് അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം. സഞ്ജുവേട്ടന് മുമ്പ് ആര് ലക്ഷ്മി പൂജ ചെയ്തെന്നാ അങ്ങീ പറയുന്നത്? ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യേണ്ട പൂജയല്ലേ ലക്ഷ്മി പൂജ? സഞ്ജുവേട്ടന്റെ വിവാഹം ഇപ്പോഴല്ലേ കഴിഞ്ഞത്? ശാസ്ത്രികളെ, അല്ല, കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി ഉണ്ട്. പുനർജന്മം എന്നൊന്നുണ്ടല്ലോ. ഒരാൾ തീവ്രമായ ആഗ്രഹം അവശേഷിപ്പിച്ചാണ് മരിച്ചതെങ്കിൽ പുനർജന്മം ഉടനെ ഉണ്ടാകും. അന്നനുഷ്ഠിച്ച പൂജയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് കുട്ടി കരുതിയാൽ മതി. കുട്ടി മുൻജന്മത്തിൽ ചെയ്തൊരു പൂജ ഇന്ന് ചെയ്യുന്നതായി കണ്ടാൽ മതി. അപ്പോ മുൻ ജന്മത്തിലും ഞാൻ സഞ്ജുവേട്ടന്റെ ഭാര്യയായിരുന്നോ? സത്യ, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അത് പറയാൻ ഞാൻ ആളല്ല. ഇവളെ കൂടെ കൂടിയത് വലിയ മണ്ടത്തരായി പോയല്ലോ. മോളൊന്നു പോയി പുറത്തിരിക്കെ. എനിക്ക് ശാസ്ത്രികളോട് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ വിളിക്കുമ്പോൾ വന്നാ മതി. പറയുന്നത് അനുസരിക്കും മോളെ. ചെല്ലും. ലക്ഷ്മി പൂജ ലക്ഷ്മി തന്നെ ചെയ്യണമെന്നാണോ ശാസ്ത്രികൾ പറയുന്നേ? ശ്രീദേവിയുടെ മകന്റെ യഥാർത്ഥ ഭാര്യ ദേ ആ പോയ ലക്ഷ്മിയാണ്. ഇനി അവൻ 100 വിവാഹം കഴിച്ചാൽ പോലും അവന്റെ സഹധർമ്മിണി അവൾ തന്നെയായിരിക്കും. ആ നിലയ്ക്ക് ഭാര്യയല്ലേ ഭർത്താവിന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്യേണ്ടത്? മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ പൂജ നടത്താൻ. എല്ലാം അറിയുന്ന ശാസ്ത്രികൾ തന്നെ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും അവന്റെ ഭാര്യയായി അംഗീകരിച്ച ഒരു പെണ്ണുകൂടി ആ വീട്ടിലുണ്ട്. അവളോട് ഞാൻ എന്തു പറയും? അവൾക്കിത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഓർമ്മപ്പിശക് വന്ന ഒരു പെണ്ണ് കാട്ടിക്കൂട്ടുന്ന കോപ്രായമായിട്ടല്ലേ പവിത്രമായ ഈ ചടങ്ങിനെ മറ്റുള്ളവർ കരുതൂ. ഞാൻ എങ്ങനെ അതിന് കൂട്ടുനിൽക്കും? മറ്റുള്ളവർക്ക് കോപ്രായങ്ങളായി തോന്നുന്ന പലതും ഈശ്വരനെ സംതൃപ്തിപ്പെടുത്തുന്നതായി തീർന്നിട്ടുണ്ട്. ശ്രീദേവി, ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ലക്ഷ്മി പൂജയുടെ ആവശ്യത്തെപ്പറ്റി ശ്രീദേവി അധികാരോടും പറയാതിരുന്നാൽ മതി. മകന്റെ 2ാം ഭാര്യ ഈ വിവരം അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രത്യാഘാതവും ഉണ്ടാവില്ല. അവള് കാണില്ലേ ലച്ചു ഭർത്താവിന് വേണ്ടി നടത്തുന്ന പൂജകളെല്ലാം? ജ്യോതിഷ വിധിപ്രകാരമാണ് അവളത് ചെയ്യുന്നതെന്ന് ആ കുട്ടിയെ അറിയിക്കാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ലക്ഷ്മി സ്വയം കാട്ടുന്ന കോപ്രായം. എനിക്കതിന് കഴിയില്ല ശാസ്ത്രികളെ. ഓരോ നിമിഷവും ഓരോ പരീക്ഷണങ്ങളാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും കൂടി അറിഞ്ഞ ലക്ഷ്മി പൂജ നടത്തുന്നതെന്ന് ശ്രീകുട്ടി അറിഞ്ഞ ഞാൻ വഞ്ചകയായിട്ട് മാറും. ലക്ഷ്മിക്ക് ഓർമ്മ തിരികെ കിട്ടാനാ എല്ലാവരും പരിശ്രമിക്കുന്നത്. അവരുടെ കണ്ണിൽ ഞാൻ ചെയ്യുന്നത് കൊടിയ അപരാധമായിട്ടേ തീരൂ. അതൊക്കെ നിങ്ങളുടെ തീരുമാനം. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മകന്റെ പ്രാണൻ കൂടുതൽ ആപൽഘട്ടത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ആശ്രയം സാക്ഷാൽ പെരുവണ്ണാപുരത്തമ്മ മാത്രമേ ഉള്ളൂ. അമ്മേ മഹാമയേ, എല്ലാം ശരിയാവും. മുത്തശ്ശ, എന്താ മുത്തശ്ശന്റെ സഞ്ജുവിന് സംഭവിച്ചേ? നിന്നോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ മോളെ.
നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് വിവരങ്ങളൊക്കെ മോൾ അറിഞ്ഞില്ലേ? അയൺ ബോക്സിൽ നിന്ന് ഷോക്ക് ഏറ്റതാ. ഞാൻ ചോദിച്ചിട്ട് സഞ്ജു കൂടുതലൊന്നും വിട്ടു പറഞ്ഞതുമില്ല. അയൺ ബോക്സിൽ നിന്ന് എങ്ങനെ ഷോക്ക് കേൾക്കാനാ? അതിന്റെ വയറ് കരണ്ട് മുറിച്ചതുപോലായിരുന്നു. കരണ്ട് മുറിക്കണമെങ്കിൽ അതിന് സഞ്ജുന്റെ മുറിയിൽ എലിശല്യൊന്നും ഇല്ലല്ലോ. ഇതാരോ സഞ്ജുവിനെ ഇല്ലാതാക്കാൻ ചെയ്തത് തന്നെയാ. സഞ്ജു അതെന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയ്യോ, അതിനാരാ മോളെ അവന് ശത്രുവായിട്ടുള്ളത്? ശത്രുക്കളുടെ എത്രയോ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അച്ഛൻ ഇതാരെ ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് എനിക്കറിയാം. അത് ഇളമയ്ക്ക് കയറി കൊള്ളേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആ സംഭവം നടന്നപ്പോഴേ അച്ഛൻ മുള്ളും മുനയും വെച്ചാ സംസാരിച്ചത്. ഈ കുടുംബത്തിനുള്ള ശത്രു ദക്ഷയ. നീ ദക്ഷയുടെ ഭാഗത്തല്ലേ? എന്നുവെച്ചാ ഞാൻ ചെയ്തുന്നോ? കേബിൾ മുറിച്ചു വെച്ചാൽ ട്രിപ്പ് ആവുമെന്ന് ആർക്കും അറിയാത്തത്. ഞാൻ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നേ? ട്രിപ്പായെങ്കിൽ സഞ്ജു തെറിച്ചു വീഴാൻ കാരണം എന്താ? പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെയാണോ അച്ഛൻ സംസാരിക്കുന്നത്? എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കണം? ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. ആര് തന്നെ തടയുന്നു? പോകുന്നെങ്കിൽ പൊയ്ക്കോ. കവിത അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുന്ന ആരും കരുതണ്ട. എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. അവകാശം പറയാൻ നീ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമ്പോ കൊണ്ടുവയ്ക്കൂ. അതിനാരും നിന്നെ തടയാൻ വരില്ല. മോളെ, നീ ഈ ബാഗ് എടുത്തോണ്ട് പോ. കവിതേ, നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ജയിക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയരുത്. എന്നാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്? നിങ്ങളൊക്കെ എന്നെ തോൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു ജീവിതമൊക്കെ വെച്ച് നീട്ടി മോഹിപ്പിച്ചവരല്ലേ നിങ്ങള്. എനിക്കിങ്ങനെ ഒരു ഗതി വരുത്തി വെച്ചിട്ട് എവിടുന്നോ വന്ന് കയറി ഇവളെ മരുമകളായിട്ട് വാഴിച്ചു. അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ അധപതനം. ഈ കുടുംബത്തിന് വേണ്ടിയും ബിസിനസിന് വേണ്ടിയും ഞാൻ അധ്വാനിച്ചതിൽ കൂടുതൽ ആര് പണിയെടുത്തിട്ടുണ്ട്? അച്ഛന് ശേഷം മുകുന്ദേട്ടൻ ബിസിനസ് കൊണ്ട് നടന്ന കുളം തോണ്ടി ആ കമ്പനി അതിനെ ഞാൻ ലാഭത്തിൽ എത്തിച്ചിട്ടാ സഞ്ജു വന്ന് MD സ്ഥാനം ഏറ്റെടുത്തത്. ഇന്നിപ്പോ ബിസിനസിന്റെ അവസ്ഥ എന്തായി? പകുതി ഷെയർ പിടിച്ചു വാങ്ങാനായി ദക്ഷ നിൽക്കുന്നു. വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? മംഗലശ്ശേരി വീടും ബിസിനസ്സും ഒക്കെ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല. വീട്ടില് ഒരുത്തന് 2 ഭാര്യമാര്. കമ്പനിയുടെ പകുതിക്ക് പുതിയൊരു അവകാശിയുണ്ടായി. മംഗലശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. നീ അതിന് സ്വപ്നം കാണുകയും വേണ്ട. ഗംഗാധരപ്പണിക്കര് മരിച്ചിട്ടൊന്നുമില്ല. പൊരുതാനുള്ള ചങ്കൂറ്റ് ഇപ്പോഴും ഉണ്ട്. നിനക്ക് ഷെയറായി 1 രൂപ പോലും ഞാൻ തരില്ല. ഇറങ്ങുന്നെങ്കിൽ ഒഴിഞ്ഞ കയ്യുമായി. നിന്നെ പോലൊരു വിഷജന്തു ഈ കുടുംബത്തിൽ വന്ന് പിറന്നതാ ഈ വീടിന്റെ ശാപം. പൊയ്ക്കോ, ഈ കുടുംബം രക്ഷപ്പെടിക്കട്ടെ. ഇനി എവിടെ രക്ഷപിടിക്കാനാ? കഴുത്തോളം മുങ്ങുമ്പോഴുള്ള ഈ ധൈര്യം കൊള്ളാം. അതെന്നും ഉണ്ടാവണം. പിന്നെ എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിയിട്ടേ ഞാൻ പോകൂ. ഞാൻ അത്രയും ശ്രദ്ധിച്ചുണ്ടാക്കിയ പ്ലാനാ. അത് പൊളിഞ്ഞു. അതുമാത്രമല്ല, ഞാനാണ് അത് ചെയ്തതെന്ന് മംഗലശ്ശേരിയിൽ എല്ലാവരും അറിഞ്ഞു.
എന്റെ കവിത, നീ ആ പ്ലാൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അതത്ര പ്രാക്ടിക്കൽ അല്ലെന്ന്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്ലാനുകളൊന്നും നടക്കില്ല. കൂടുതൽ പ്രാക്ടിക്കലായ വേറെ വല്ല വഴിയും നോക്കണം. ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ഏത് നിമിഷവും ഞാൻ മംഗലശ്ശേരിന്ന് പുറത്താവുന്നുള്ള അവസ്ഥ. ശ്രീദേവി എന്നോട് നേരിട്ടൊന്നും പറഞ്ഞില്ല, സഞ്ജുവും പറഞ്ഞില്ല. ഞാനാണത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം കാണിക്കുന്നുമില്ല. അപ്പോ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അവരെനിക്കെതിരെ എന്തോ നീക്കങ്ങൾ നടത്തുന്നു എന്നല്ലേ? മംഗലശ്ശേരിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ നേരിട്ട് കമ്പനിയിലേക്ക് ചെന്ന് 4 ആളുടെ മുന്നിൽ വെച്ച് ആ സഞ്ജുവിനെ അങ്ങ് കഴുത്ത് ഞെരിച്ച് കൊല്ലാനും ഞാൻ മടിക്കില്ല. ഇനിയിപ്പോ കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അവനൊന്നും എനിക്ക് വയ്യ. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞത് എന്റെ അവസ്ഥയാ, അതിന് ദക്ഷേന്ദ്രൻ ചിരിക്കുന്ന. എത്ര ഫൂളിഷ്നെസ്സാ നിന്റെ ചിന്തകളെന്ന് ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാ. ഗൗരി, കവിത പറഞ്ഞത് ശരിയാ. മംഗലശ്ശേരി ഇവര് പുറത്താക്കപ്പെട്ട പിന്നെ എന്ത് ചെയ്യും? എന്തിനാ കവിത മംഗലശ്ശേരിയിൽ നിന്നും നീ പുറത്താക്കപ്പെടുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നേ? അതാണല്ലോ ഇപ്പൊ എന്റെ അവിടുത്തെ അവസ്ഥ. ആദ്യം ആ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടാതെ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് ചിന്തിക്ക്. ആ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത്ര ഈസിയായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കൊല്ലാമെന്നൊക്കെ എളുപ്പം പറയാന്നേ ഉള്ളൂ, പക്ഷേ അതൊന്നും പെട്ടെന്ന് പ്രാക്ടിക്കലാവില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാം, അതാ ഇനി ആലോചിക്കേണ്ടത്. ആ വീട്ടിൽ വെച്ച് നമ്മുടെ പ്ലാൻ നടപ്പാക്കാൻ എളുപ്പോ, അതിനുള്ള വഴി ആദ്യം നോക്കേണ്ടത്. ഇനി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. കവിത ഞാൻ പറയുന്നത് പോലെ ചെയ്താ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കും. സഞ്ജു, അവൻ ഇനി എന്റെ ടാർഗറ്റാ. അവന്റെ കാര്യത്തിൽ ഇനി അധിക താമസം ഉണ്ടാവില്ല. അമ്മ അമ്മൂനെയും കൂട്ടി എവിടേക്കാ മുത്തശ്ശ പോയിരുന്നേ? അല്പം മുമ്പാ തിരിച്ചു വന്നേ. സഞ്ജുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച ശ്രീദേവി നേരെ പോകുന്നത് ശാസ്ത്രികളുടെ അടുത്തേക്കല്ലേ? അങ്ങോട്ട് പോയെന്നാ ഞാൻ വിചാരിക്കുന്നത്. അമ്മയ്ക്ക് എന്നെ കൂടി കൂട്ടായിരുന്നു. പകരം അമ്മ അമ്മൂനെ കൂട്ടിക്കൊണ്ടുപോയി. അല്ല, ഞാൻ പരാതിയോ പരിഭവോ പറയുന്നതല്ല. പക്ഷെ അമ്മൂന്റെ മനസ്സിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്താനാ ഇവിടെയുള്ള ചിലരുടെയൊക്കെ ശ്രമം. അതില് മുന്നിൽ നിൽക്കുന്നത് അമ്മ തന്നെയാ. ശ്രീകുട്ടി പറയുന്നതിൽ കാര്യമില്ലേ? എന്തിനാ ശ്രീദേവി ഇതിനൊക്കെ അമ്മൂനെ കൂട്ടിക്കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞ ശ്രീദേവിക്ക് അത് ഉൾക്കൊള്ളാനാവില്ല. നിങ്ങളൊന്ന് സംസാരിക്കണം. ദേ വരുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഒന്നും പറയണ്ട, ഞാൻ ശ്രീദേവിയോട് സംസാരിച്ചോളാം. ശ്രീദേവി ഇരിക്ക്. ശാസ്ത്രികളെ കാണാനാണോ അങ്ങോട്ട് പോയിരുന്നത്? അതെ അച്ഛാ, സഞ്ജുവിന്റെ സമയം തീരെ ശരിയല്ലെന്ന ശാസ്ത്രികൾ പറഞ്ഞത്. സഞ്ജുവിന് മുൻപുണ്ടായിരുന്ന ദൈവാനുഗ്രഹം കുറഞ്ഞിരിക്കുക. പരിഹാരക്രിയ പറഞ്ഞില്ലേ? എന്താണെന്ന് വെച്ചാ അതുടനെ ചെയ്യണം. പരിഹാരക്രിയയായി പറഞ്ഞത്
ലക്ഷ്മി പൂജ ചെയ്യാനാ അച്ഛ. ലക്ഷ്മി പൂജ ഭാര്യ ചെയ്യേണ്ടതല്ലേ മുത്തശ്ശി? അതേ മോളെ. അതോർത്ത് ആരും വിഷമിക്കണ്ട. സഞ്ജുവേട്ടന് വേണ്ടി ഞാൻ ലക്ഷ്മി പൂജ ചെയ്തോളാന്ന് ശാസ്ത്രികളോട് പറഞ്ഞിട്ടുണ്ട്. ഇവളെന്തൊക്കെയാ പറയുന്നേ? ഇവളുടെ പ്രശ്നം ശാസ്ത്രികൾക്കറിയോ? എനിക്കെന്ത് പ്രശ്നം ചേച്ചിയുള്ളത്? ഞാൻ സന്തോഷത്തോടെ പൂജ ചെയ്ത് തുടങ്ങാൻ പോവാണ്. മോളെ, അവളെ പുറത്തു നിർത്തി ലച്ചുവിന്റെ പ്രശ്നം ഞാൻ ശാസ്ത്രികളോട് പറഞ്ഞു. അമ്മ അവളെ കൊണ്ടു നടന്ന് എല്ലാരും ഈ കാര്യം അറിയിക്കുവാണല്ലേ? അയ്യോ മോളെ, നീ അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവോന്ന് അറിയാനാ ശാസ്ത്രികളോട് ഞാൻ അതേപ്പറ്റി പറഞ്ഞത്. അതൊട്ടും ശരിയായില്ല ശ്രീദേവി. ആ പെണ്ണെന്തെങ്കിലും വിശ്വസിച്ചു വച്ചു എന്ന് കരുതി അതിന് കുട പിടിക്കുന്നത് തീരെ ശരിയല്ല.